സത്യത്തിൽ മക്കളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വ ബോധം നമ്മുടെ കുട്ടികളുടെ ജനനത്തിനും എത്രയോ മുന്നേ തന്നെ നമ്മളിൽ ഉടലെടുക്കേണ്ടതായിട്ടുണ്ട്. വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ വിവാഹാലോചനകളുടെ ഘട്ടത്തിൽ തന്നെയും പിറവിയെടുക്കേണ്ട ഒന്നാണ് സന്താനങ്ങളെ കുറിച്ച നമ്മുടെ ആലോചനകൾ എന്നുള്ളത്. ഒരാൾ ഒരു വധുവിനെ സ്വീകരിക്കുമ്പോൾ, സഹധർമ്മിണിയായി, പങ്കാളിയായി, ഭാര്യയായി ഒരാളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഭാവിയിൽ തനിക്ക് ലഭിക്കാനിരിക്കുന്ന മക്കളുടെ ഒരു ഉമ്മയെ കൂടിയാണ് അവിടെ സ്വീകരിക്കുന്നത്. ഒരു പുരുഷനെ ഭർത്താവായിക്കൊണ്ട് തന്റെ ജീവിതത്തിൽ ഇടം നൽകുമ്പോൾ ഭാവിയിൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് ലഭിക്കാനിരിക്കുന്ന മക്കളുടെ ഒരു പിതാവിനെയാണ് ഞാൻ തീരുമാനിക്കുന്നതെന്ന ബോധവും ബോധ്യവും കാര്യഗൗരവവും നമ്മുടെ യുവതികൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മകൾക്കൊരു ഭർത്താവിനെ അന്വേഷിക്കുമ്പോൾ തന്റെ മകൾക്കൊരു ഭർത്താവ് എന്നതിനപ്പുറത്തേക്ക് ഇനി തനിക്ക് വരാനിരിക്കുന്ന തന്റെ പിന്മുറക്കാരുടെ, തന്റെ പേരക്കിടാങ്ങളുടെ, കുട്ടികളുടെ ഒരു പിതാവിനെ കൂടിയാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്ന ഒരു ആലോചന ആ പിതാവിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു പിതാവ് തന്റെ കുട്ടിയെ കൂട്ടി വരികയാണ്. ആ കുട്ടിക്ക് മാതാപിതാക്കളോടുള്ള കടമകളെ സംബന്ധിച്ച ബോധ്യമില്ല എന്നതായിരുന്നു ആ പിതാവിന്റെ പരാതി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ വിളിച്ച് കുറച്ച് ഉപദേശിച്ച് വിടാൻ നോക്കിയ സന്ദർഭത്തിൽ ആ കുട്ടി തിരിച്ച് ഉമർനാനോട് ചോദിച്ചു, ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, എനിക്ക് അങ്ങോട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്റെ പിതാവിന് എന്നോട് വല്ല കടമകളുണ്ടോ? അതല്ല, പിതാവിനോട് മാത്രമാണ് എനിക്ക് കടമകളുള്ളത്, എനിക്ക് പിതാവിൽ നിന്ന് വല്ല കടമയും എനിക്ക് ലഭിക്കാനുണ്ടോ? പിതാവിന് എന്റെ വിഷയത്തിൽ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് പറഞ്ഞു, ബല, തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ ഉമർ റളിയല്ലാഹു അൻഹു എണ്ണിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിനക്ക് വേണ്ടി സാലിഹത്തായ ഒരു നല്ല ഒരു ഉമ്മയെ തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു നിന്റെ പിതാവിന്റെ ഏറ്റവും വലിയ, ഏറ്റവും ആദ്യത്തെ ഒരു ഉത്തരവാദിത്തം, കടമ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് ഉപദേശിക്കുന്നുണ്ട്, കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിവാഹത്തിന് മുന്നേ തന്നെ സന്താനങ്ങളെ പറ്റിയുള്ള, തലമുറകളെ കുറിച്ചുള്ള ആലോചനകൾ നമ്മളിൽ തുടങ്ങണം. നമ്മുടെ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. കുഞ്ഞ് ഗർഭസ്ഥ ശിശുവായിരിക്കെ തന്നെ ആ കുഞ്ഞിലൂടെ ഈ ലോകത്ത് സാധ്യമാകണം, പുലരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നന്മകളെ കുറിച്ച് നമ്മൾ സ്വപ്നം കണ്ടു തുടങ്ങേണ്ടതുണ്ട്. നമുക്കൊക്കെ പരിചയമുള്ള മഹദിയാണ്